ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഹോട്ട്സ്റ്റാറിൽ ഇതുവരെ നമ്മുടെ ചെമ്മരിപ്പൂവിൻ്റെ എപ്പിസോഡ് വന്നിട്ടില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ഭാഗം എന്നത് ചെമ്പരപ്പൂവിൻ്റെ പ്രമോയും അതേ രീതിയിൽ തന്നെ തമിഴിലെ സിറകടിക്ക് മാസേ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഏകദേശം ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ നമ്മൾ കണ്ടൊരു ഭാഗമാണ് ശ്രുതിയുടെ കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ചന്ദ്ര ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ചന്ദ്രയുടെ പ്ലാനിങ് പോലെ തന്നെ ശ്രുതിയുടെ നിർബന്ധപ്രകാരം ശ്രുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുന്ന സമയത്ത് പരമാവധി ടെസ്റ്റൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡോക്ടറോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന ഡോക്ടറെയാണ് കണ്ടത്, ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം തന്നെ ഓക്കെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിയോട് ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ താൻ എടുക്കാൻ മറന്നുപോയി എന്നൊരു കള്ളവും കൂടി ശ്രുതി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഡോക്ടർ അവസാനം പറയുകയാണ്, എന്തായാലും ഒരു സ്കാനിങ് ഞാൻ എഴുതിയിട്ടുണ്ട്, ആ സ്കാനിങ് കഴിഞ്ഞ് യൂറിനും കൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റിപ്പോർട്ടിൻ്റെ റിസൾട്ട് ഞാൻ പറയാമെന്ന് ഡോക്ടർ പറയുകയും ശ്രുതിയും കൂട്ടിക്കൊണ്ട് സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് സച്ചിയോടായിട്ട് ഇങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്, ആദ്യം തന്നെ നമുക്ക് സ്കാനിങ്ങിന് പോകാം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിഞ്ഞു മാറണമല്ല, അതുകൊണ്ട് തന്നെ ശ്രുതി അവിടെ അതിബുദ്ധി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണിലേക്ക് നോക്കിയതിന് ശേഷം തനിക്ക് അറിയാവുന്ന, അതായത് തനിക്ക് വേണ്ടപ്പെട്ട ആർക്കും എന്തൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ എത്രയും വേഗം പോയി കാണണമെന്നും അത് അങ്ങനെ കണ്ടില്ല എന്ന് തനിക്കത് ഭയങ്കര ഫീലിംഗ് ആകുമെന്നൊക്കെ പറഞ്ഞൊരു ശ്രുതി അവിടെ ഭയങ്കരമായിട്ട് തന്നെ നാടകം കളിക്കുകയാണ് കേട്ടോ. എന്നാൽ ചന്ദ്രയും അതേ രീതിയിൽ തന്നെ സച്ചിയും ശ്രുതിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി ഉന്തി തള്ളി വിട്ടതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കാറിന്റെ തൊട്ടരികിൽ ചെല്ലുന്ന സമയത്ത് ചന്ദ്ര ശ്രുതിയുടെ കർണം നോക്കി പുകച്ചതിന് ശേഷം പറയുന്നുണ്ട്, നിന്റെ നാടകങ്ങളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി ശ്രുതി, നീ ചെയ്തെല്ലാം തന്നെ കള്ളത്തരങ്ങളല്ലേ, വീണ്ടും ഞങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നു. ശ്രുതി ചോദിക്കുന്ന, അമ്മ എന്താ അമ്മ ശ്രുതിനെ ചെയ്യുന്നത്, അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അമ്മ മറന്നുപോയി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എടാ അവൾ നിന്നെ എല്ലാവരും തന്നെ മണ്ടന്മാരാക്കുകയായിരുന്നു, അവള് ഗർഭിണിയല്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ ശ്രുതിയോടായിട്ട്, നീ വീണ്ടും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ശ്രുതി, നിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എല്ലാ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലത്തെ പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. തമിഴിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നത് നമ്മുടെ അച്ചമ്മയാണ്. എന്തായാലും ഈ ഒരു മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അച്ചമ്മ ഈ ഒരു സത്യം അറിയാത്തത് കൊണ്ട് തന്നെയും അത് മാത്രമല്ല രവി ഒരു താക്കീതും കൂടെ ചന്ദ്രക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു സത്യാവസ്ഥകളെല്ലാം തന്നെ അച്ചമ്മ അറിഞ്ഞേ മതിയാവും. അച്ചമ്മ അറിഞ്ഞ് അച്ചമ്മ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 98% ഇത് യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. അപ്പൊ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കൂടി തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.